ഇവിഎമ്മുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. സോഷ്യൽ മീഡിയയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ശിവസേന ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥി രവീന്ദ്ര വൈക്കറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇവിഎമ്മുകളിൽ കൃത്രിമം കാണിച്ചാണ് ഷിൻഡെ വിജയിച്ചതെന്നാണ് ആരോപണം. ഇന്ത്യയിലെ ഒരു ബ്ലാക്ക് ബോക്സാണ് ഇവിഎം എന്ന് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. അവയെ സൂക്ഷ്മമായി പരിശോധിക്കാൻ ആരെയും അനുവദിക്കില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയരുന്നുണ്ട്. സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെങ്കിൽ ജനാധിപത്യം ഒരു കപടമായി മാറുകയും വഞ്ചനയുടെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. രവീന്ദ്ര വൈക്കറിനെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതിനോടൊപ്പം അദ്ദേഹം ഷെയർ ചെയ്തു. മിഡ് ഡേയുടെ ഈ റിപ്പോർട്ടിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ രവീന്ദ്ര വൈക്കറിന്റെ ബന്ധുവായ മങ്കേഷ് പാണ്ഡിൽക്കറിനെതിരെ വൻറായ് പോലീസ് നിരവധി തെളിവുകൾ കണ്ടെത്തിയതായി പറഞ്ഞിട്ടുണ്ട്. മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 48 വോട്ടുകൾക്ക് വിജയിച്ചതിന് പിന്നാലെ ഇവിഎമ്മിൽ കൃത്രിമം കാട്ടിയതിന് മങ്കേഷ് മണ്ഡിൽക്കറിനെതിരെ ആരോപണമുണ്ട്. വോട്ടെണ്ണൽ വേളയിൽ മങ്കേഷ് ഉപയോഗിച്ചിരുന്ന ഫോൺ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം. ഇവിഎമ്മിൽ കൃത്രിമം കാണിച്ചതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിഎം മെഷീൻ അൺലോക്ക് ചെയ്യുന്നതിനുള്ള OTP ഉണ്ടാക്കാൻ ഈ മൊബൈൽ ഫോണാണ് ഉപയോഗിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ജൂൺ 4-ന് നെസ്കോ സെന്ററിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചു. കുറ്റാരോപിതരായ മങ്കേഷ് പാണ്ഡിൽക്കറിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഇൻകോർ ഓപ്പറേറ്ററായിരുന്ന ദിനേശ് ഗുരവിനും വൻറായ് പോലീസ് CRPC 41A പ്രകാരം നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മൊബൈൽ ഫോൺ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. മൊബൈൽ ഫോണിന്റെ ഡാറ്റ കണ്ടെത്താനും ഫോണിലെ വിരലടയാളം എടുക്കാനുമാണ് പോലീസ് മൊബൈൽ ഫോൺ അയച്ചിരിക്കുന്നത്. ഇവിഎമ്മിൽ കൃത്രിമം നടത്താൻ സാധിക്കുമെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇതോടെ BJPയുടെ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. മുംബൈയിൽ സ്ഥാനാർത്ഥിയുടെ അനുയായികൾ നടത്തിയ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേസ് ഒരു വഴിത്തിരിവാണ്. ഇതിനെതിരെ കൂടുതൽ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് രാഹുൽ ഗാന്ധി.